പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡ്രസ് ചെയ്ത് ലിസിയിൽ പോവാണ്. 11 മണി രാത്രിയായി. അപ്പൊ അടുത്തുള്ള ആശുപത്രിയിൽ ഇങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞങ്ങള് നാട്ടിലധികം കാലം ആയിട്ടില്ല. പോകുന്ന വഴിക്കെല്ലാം ലിസയിൽ പോകുന്ന വഴിക്കെല്ലാം മെയിൻ വഴികളെല്ലാം ബ്ലോക്കാണ്. അപ്പൊ തന്നെ അവരുടെ ഒരു ഹോപ്പ് നശിച്ച് മരിച്ചു പോകുന്നുള്ളൊരു ലെവലിലായി. അങ്ങനെ അവൻ തന്നെ വണ്ടി ഓടിച്ച് അവൻ എങ്ങനെയൊക്കെയോ എതിരെയൊക്കെയോ കയറ്റി ലിസിയിൽ കൊണ്ടുവന്നു. അവരെനിക്ക് ഓക്സിജൻ തന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പം കാഷ്വാലിറ്റിന്ന് അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാനില്ല, പൾമണോളജി വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പൾമണോളജി ചെന്നു. ഒരു ഫുൾ ഡേ എന്നെ അവര് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നിങ്ങളൊരു അത്ഭുതമാണ് ജീവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ ഡോക്ടറെ നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ച് ഇത്രയും നാളും ജീവിച്ചിരുന്നെന്ന് ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് എടുത്ത് വഴി പറഞ്ഞു, പുള്ളിക്കാരി അലോപ്പതി കഴിക്കില്ല ഡോക്ടറെ, ഹോമിയോയെ കഴിക്കുള്ളൂ, ഹോമിയോയിലാണ് വിശ്വാസം പുള്ളിക്കാരിക്ക്. ഞാൻ അലോപ്പതി കഴിക്കാത്തതിന് കാരണം എന്റെ കയ്യും കാലെല്ലാം പൊട്ടി ഒഴുകുവാണ് അലോപ്പതി കഴിക്കുമ്പോൾ. അപ്പം അത് പുറത്തേക്ക് പറയാൻ പറ്റില്ലാത്ത കാരണം ഞാൻ എനിക്ക് അലോപ്പതി മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേട്ടത് ഡോക്ടർ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എന്തെല്ലാം പള്ള എന്നെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, നിങ്ങൾ അനുസരണയില്ല, മരുന്ന് കഴിക്കാതെ അസുഖം മാറണ എങ്ങനെയാണ്, അലോപ്പതി ഹോമിയോ കഴിച്ചോണ്ടിരുന്ന മാറുമോ, അതിന്റെ കൂടെ ഹസ്ബൻഡിന്റെ കൂടെ കൂടി കുറെ ചീത്ത. ഒരു അരമുക്കാൽ മണിക്കൂറിന് എന്നെ അവിടെ ഇരുന്ന് ചീത്ത പറഞ്ഞു. ഞാൻ പറയുന്ന മരുന്ന് കഴിക്കാൻ ഇങ്ങ് വന്നാൽ മതി, നിങ്ങൾ ജീവിച്ചിരിക്കണത് തന്നെ അത്ഭുതമാണ്, നിങ്ങളുടെ ലങ്സ് വർക്ക് ചെയ്യുന്നില്ല അറിയാമോ, ബിലോ 40% ആണ്, അപ്പുറം എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് ഡോക്ടറുടെ അടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ലിസിയിലേക്കില്ല, എനിക്ക് മരുന്നും വേണ്ട. ഇത്രയും ചീത്ത പറഞ്ഞൊരു ഡോക്ടർ മരുന്ന് ഇനി കഴിച്ചിട്ടും പ്രയോജനം ഇല്ല. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ ഹോമിയോ തന്നെ, ശ്വാസം മുട്ട് വരും, ഹോമിയോയിൽ പോകും. ഡോക്ടർ ഒരു എമർജൻസി ആയിട്ട് പൊടി തരും, അത് തന്നു കഴിയുമ്പോൾ കുറച്ച് കഫം പോകും. അങ്ങനെ കുറച്ച് സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആദ്യമൊക്കെ മാസത്തിലൊരിക്കൽ, പിന്നെ 15 ദിവസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, പിന്നെ ഡെയിലി ആയി. രാത്രിയിൽ ഇവിടുന്ന് വിളിക്കും, ഡോക്ടറെ ലവ്ലിനെ കൊണ്ട് ഒരുപാട് ഉറങ്ങല്ലേ എന്ന് പറയും. അങ്ങനെ അവിടെ ചെല്ലും, മരുന്ന് കഴിക്കും, പോരും. അങ്ങനെ പോകുന്ന ഒരു ഏപ്രിൽ 23 ലാസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴേക്കും, ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴേക്കും എന്റെ കാലില്, ഇടത് കാലിന്റെ പുല്ലൂരിയുടെ പുറകിലായിട്ടൊരു മുഴ. അതൊരു ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നൊരു മുഴയാണ്. അതൊരു നമ്മുടെ ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും മുഴ, ചുരിദാറിന്റെ പാന്റ് ഒന്നും മുകളിലേക്ക് കയറില്ലാത്ത സൈസ് ഒരു മുഴ. അത് വന്നു കഴിഞ്ഞപ്പം എന്റെ അളിയനേച്ചി നേഴ്സാണ്. പുള്ളിക്കാരി പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവൂല, ഒരു നല്ലൊരു ഫിസിഷ്യന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പോയത്. അറിയുന്ന ഡോക്ടറാണ്, പേഴ്സണലി അറിയുന്നതാണ്, ഫാമിലി എല്ലാം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അടിപൊളിയൊന്ന് നോക്കി, മഴയൊക്കെ പിടിച്ചു നോക്കി ചോദിച്ചു, ചേച്ചി ഞാൻ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ തരാം, ഒരു 15 ദിവസത്തേക്ക്, അത് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഡോക്ടർ എനിക്ക് തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെയാണ്. അത് കഴിച്ചു. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റില്ല, ഞരമ്പേലാണ് ഈ മുഴ വന്നേക്കുന്നത്, എനിക്ക് കാല് നിലത്ത് കുത്താൻ പാടില്ല, ആ ഒരു അവസ്ഥയിലേക്കായി. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു. രണ്ടാമത് ചെന്ന് ഡോക്ടർ, എനിക്കൊരു കുറവുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, അതെ നമുക്ക് അടുത്ത ഫർദർ ചെക്കപ്പിന് പോകണം, എങ്കിലേ അത് ശരിയാവുള്ളൂ, അത് അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ഫർദർ ചെക്കപ്പിന് പോയില്ല. പോകാതിരിക്കാൻ കാരണം എന്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു 13 വർഷം മുമ്പ് പെട്ടെന്ന് കാലിൽ ഇങ്ങനെ ഒരു മുഴ വന്നു. അപ്പൊ അത് ടെസ്റ്റിന് കൊണ്ടുപോയി അവര് ഇഞ്ചക്ട് ചെയ്ത് എടുത്തെങ്കിലും അതിനകത്ത് ക്യാൻസർ സെല്ലുകളെ കാണിച്ചില്ല. അപ്പൊ ക്യാൻസർ അല്ല എന്നുള്ളൊരു നിഗമനത്തിലെത്തി. ഈ മുഴ വലുതായിക്കൊണ്ടിരുന്നു. അവസാനം ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി, അവസാനം ലിസിയിലാണ് പോയി ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ ചെയ്യാനായിട്ട് ചിലപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് ചെയ്യണ്ട അമ്മച്ചി, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എന്റെ അമ്മച്ചി പഴയ പോലെ മുണ്ടിയും ചട്ടയും കൊടുക്കുന്ന ആളാണ്, ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞു. ക്യാൻസർ ഒന്നും അല്ലല്ലോ, ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണല്ലോ കിട്ടിയത്. അപ്പം പുള്ളിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി. ബെഡില്ല എന്നവർ പറഞ്ഞു. അപ്പൊ ഞാൻ ജനറൽ വാർഡിൽ കിടന്നോളാം, ജനറൽ വാർഡിലും ബെഡില്ല, ഞാൻ എവിടെയെങ്കിലും ഒന്ന് കിടത്തി എനിക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് അമ്മച്ചിന്റെ നിർബന്ധം മൂലം. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, അതിനൊരു ഓപ്പണിംഗ് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് അത് വലുതാകാൻ തുടങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോണ്ട് തന്നെ അത്. അപ്പൊ ആ ഒരു ഞാൻ ഗൾഫിലായിരുന്നു അന്ന്, ഞാനാണ് വന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവിടെ നിൽക്കുന്നതെല്ലാം ഞാനാണ്. ഇതെല്ലാം കണ്ടതുകൊണ്ട് എന്റെ കാലയിലും വേറെ വ്യത്യസ്തമായിട്ടൊന്നും അല്ല. അപ്പൊ ഇതിനും ഒരു ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാല് ഈ വലുതായിട്ട് വൾഗറായിട്ട് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ടെസ്റ്റിന് പോകാത്തത്. പിന്നെ പോയിട്ടും വലിയ കാര്യമില്ല, അമ്മച്ചിനെ കൊണ്ട് നടക്കാത്ത സ്ഥലങ്ങളില്ല. അമ്മച്ചി മരിച്ചു, 6 മാസം കൊണ്ട് അമ്മച്ചി മരിച്ചുപോയി. അപ്പം എന്തായാലും ഞാനും മരിച്ചു പോകും. പിന്നെ പറയുന്നിടത്തെല്ലാം ഇവര്
എന്നെ കൊണ്ടുപോകും. ഹസ്ബൻഡും മടുക്കും. ഇത്രയും നാളും ഗൾഫിൽ നിന്ന ആൾക്കാർ ഇവിടെ നാട്ടിൽ വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരുടെ ജീവിതം ഒരു താറുമാറാവും. ഞാനങ്ങ് മരിച്ചു പോകട്ടെ. അങ്ങനെ കൂടി കൂടി വന്ന് എനിക്ക് നടക്കാൻ പാടില്ലാണ്ടായി. എനിക്ക് വെയിലത്തേക്ക് നോക്കാം, ജനലിക്കടെ പോലും വെയിലത്തേക്ക് നോക്കാൻ പാടില്ല, ചൂടടിക്കാൻ പാടില്ല, തുണി മേത്ത് മുട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ശ്വാസം മുട്ടാണ്. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയപ്പം ഇവിടെ അടുത്ത് പിറവത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയിലാണ് പോയി. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഇങ്ങനെ അടിക്കടി ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ശ്വാസകോശത്തിന്റെ പ്രശ്നമായിരിക്കും, നിങ്ങൾ കൊണ്ടു. പക്ഷെ നമ്മൾ മരിക്കാനായിട്ട് ഇരിക്കുകയാണ്. മരിച്ചു പൊക്കോട്ടെ, എങ്ങനെയെങ്കിലും ഈ പോകുന്ന വഴിക്ക് ശ്വാസം മുട്ടി മരിച്ചു പൊക്കോട്ടെ എന്നാണ്. അങ്ങനെ പല പ്രാവശ്യം ബ്രെയിൻഡെത്ത് വരെ ആയെന്നാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങളിങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ അപ്ലൈനായ റോയ് സാറിന്റെ വൈഫിനെ ഒരു ദിവസം ഇങ്ങനെ കാണാൻ പറ്റി. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ആദ്യം കണ്ടിട്ട് എന്നെ മനസ്സിലായില്ല, രണ്ടാമത് എനിക്ക് ആളെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത കടയിൽ, ഇവിടെ ഹസ്ബൻഡ് എന്നെ തന്നെ ഇരുത്തിച്ച് പോകില്ല, കാരണം ശ്വാസം മുട്ട് എപ്പോഴാ വന്നെന്ന് അറിയാൻ പാടില്ല. എവിടെയെങ്കിലും പോകുമ്പോ ഞങ്ങളുടെ കടയിൽ ഒരു സ്ത്രീ ഇരുന്ന് തയ്ക്കുന്നുണ്ട്, അവിടെ കൊണ്ടിരുത്തും. വരുമ്പോ എന്നെ തിരിച്ചു കൊണ്ടുവരും, 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും പുള്ളി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ തയ്ക്കാനായിട്ട് ഈ റോയ് സാറിന്റെ വൈഫ് വന്നപ്പോ ചോദിച്ചു, പുള്ളിക്കാരി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അത് തിരിഞ്ഞു നോക്കി ചോദിച്ചു, അയ്യോ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, കഴിഞ്ഞ മാസം കണ്ടപ്പോ ഇത്രയും ആള് ഇതെന്നെ വല്ലാതെ ആയല്ലോ, എന്ത് പറ്റി, മരുന്നൊന്നും കഴിക്കുന്നില്ല, എന്നെ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നും പറ്റാനില്ല, അസുഖമാണെന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്തൊന്നും പോയില്ലേ? അതൊക്കെ കഴിഞ്ഞതാണ്, ഇനിയിപ്പോ എന്നെ കണ്ട് ഇത് പോവുള്ളൂ. അങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് കൈയ്യായിട്ട് നോക്കുന്നത്. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ 2 കൈയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്, 10 വിരലിൽ നിന്ന്. അതുപോലെ കാലിന്റെ കണ്ണിന്റെ താഴോട്ട്. അപ്പൊ ഇത് കണ്ട് ചോദിച്ചു, പുള്ളിക്കാരി ചോദിച്ചു, ഇതിനെ ഒന്നും ചെയ്യണില്ല, അപ്പൊ ഞാൻ ഒരാളെ പറഞ്ഞു വിടട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പോയി. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചില്ല, അവർക്ക് ഫോൺ ചെയ്തുമില്ല. 3-ാമത്തെ ദിവസം സിബി സാറും, എന്റെ അപ്ലൈനായ സിബി സാറും ഈ റോയ് സാറും കൂടെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഒരു 4 തൊട്ട് 6 മാസം നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാം. അപ്പം തള്ളാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ ഈ ആയുഷിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല, ഒരു വാചകം പോലും കേട്ടിട്ടില്ല. TV കാണുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അങ്ങനെ TV-യിൽ പോലും പരസ്യങ്ങൾ ആയുഷിന്റെ കേട്ടിട്ടില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള. അപ്പം തള്ളാണെന്ന് തന്നെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിലും ലാസ്റ്റ് വാക്ക് പറഞ്ഞു, ഇത് പഥ്യമില്ല. അപ്പൊ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഈ കഷായവും പഥ്യവും അങ്ങനെ കഴിച്ച് ആകെ മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പഥ്യമില്ലാന്ന് പറഞ്ഞപ്പോ എന്തായാലും വേണ്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഹസ്ബൻഡ്, എനിക്ക് അസുഖം വന്നതിന് ശേഷം പുള്ളി പരിക്കകത്ത് കയറില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെരക്കി വിറ്റ് ഇങ്ങനെ വട്ടം വിളയാൻ നടക്കുവാണ് പുള്ളിക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ആണ് പുള്ളി. അപ്പൊ ഞാനിത് ഫുള്ളിരുന്ന് കേട്ടു. അപ്പൊ തന്നെ ഒരു 25,000 രൂപയോളം പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു വെച്ചു കഴിഞ്ഞപ്പോ എനിക്കൊന്നും മിണ്ടാൻ പാടില്ല. എന്റെ വാ നിറച്ച് ഗ്രാമ്പു ഇട്ടേക്കാണ്, വേദന സഹിക്കാം. പല്ലൊക്കെ ഇങ്ങനെ പിടിച്ചാഞ്ഞ് പോരും, ആ അവസ്ഥയിലാണ് ഇരിക്കണത്. അതിലെ പല്ലൊക്കെ പൊട്ടി, ഈ കപ്പ തൊണ്ട് കളിച്ച് കഴിയുമ്പോ കപ്പ പിണ്ട് കീറുന്ന പോലെ പല്ലിലൊക്കെ പൊട്ടി. അങ്ങനെ 500-ലൊക്കെ പോയി ഒത്തിരി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. അപ്പൊ പറഞ്ഞു പല്ലുവേദന മാറും, ഒരു പേസ്റ്റ് ഉണ്ട് അതെടുത്ത് തേക്കാൻ പറഞ്ഞു. അങ്ങനെ പേസ്റ്റും എടുത്തു വെച്ചു. അപ്പോഴും ഞാൻ ഓർത്ത്, 10-25,000 രൂപ മുടക്കിയിട്ട് മാറാത്ത പല്ലുവേദന ഈ പേസ്റ്റ് കൊണ്ട് മാറുമോ? ഇവരെന്തായി പറയണേ? ഇവർ ഈ ലോകത്തൊന്നും അല്ലേ? ഇത്രയും പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ പോയി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അസുഖം ഇത് കൊണ്ട് മാറുമോ എന്നൊക്കെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാനൊന്നും ഒരു അക്ഷരം പോലും മറുത്ത് പറയുന്നില്ല ഇവരോട്. ഇവർ പറയുന്ന എല്ലാം മുളി കേൾക്കുവാണ്. പോയി കഴിഞ്ഞ ഉടനെ എന്നെ പല്ല് തേച്ചു. എന്നെ വാഷ് ബേസിന്റെ അടുത്ത് കൊണ്ട് നിർത്താൻ പറഞ്ഞു, നിർത്തി പല്ല് തേച്ചു. വൈകുന്നേരം പിന്നെയും പല്ല് തേച്ചു. അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ കൊണ്ടുപോകണമൊക്കെ എന്നെ 2 തോളത്തും കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്, നടക്കാൻ പാടില്ല എനിക്ക്. അങ്ങനെ തേച്ചൊരു 4 ദിവസം കഴിഞ്ഞപ്പം പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും പല്ലിനൊരു മുറുക്കമൊക്കെ തോന്നി, മോണയ്ക്ക് ഒരു മുറുക്കമൊക്കെ തോന്നി, മാറ്റങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇത് കഴിക്കാൻ ഒക്കില്ല, കിഡ്നി അടിച്ചു പോകുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഇതെല്ലാം മേടിച്ചു വെച്ചേക്കണം? ഞാൻ മേടിച്ചില്ല, നീ അല്ലേ മേടിച്ചു വെച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് കഴിക്കണം, കിഡ്നി അടിച്ചു പോയാൽ ഒരു 5-6 മാസമെങ്കിലും കിട്ടും എനിക്ക് ജീവിക്കാൻ. ഇപ്പൊ വന്നിട്ട് ജസ്റ്റ് എനിക്ക് താമസിക്കാൻ വേണ്ടി തന്നെ അപ്പോക്സി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കയറി താമസിച്ചു. ജസ്റ്റ് അച്ഛനെ വിളിച്ചു വെഞ്ചരിച്ച് കയറി താമസിച്ചു. വേറൊരു പ്രശ്നം നടത്തിയില്ല. ലാസ്റ്റ് പുള്ളി പറഞ്ഞപ്പോ എന്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ പുള്ളി പറഞ്ഞു, മരിക്കാൻ പോണവരുടെ ലാസ്റ്റ് അന്ത്യാഭിലാഷം അല്ലേ, എന്താന്ന് വെച്ചാൽ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അനുവാദം കിട്ടി, ഞാൻ കഴിച്ചു തുടങ്ങി. എനിക്കറിയാൻ പാടില്ല ആരോട് നന്ദി പറയണം, ആരോട് ഞാൻ പറയേണ്ട നന്ദി എന്ന് പറഞ്ഞ മാതിരി വെച്ചടി ജീവിതത്തിലേക്ക് കടന്നു വന്നു.
ഒരു 14 പ്രാവശ്യം ഞാൻ പോയി ഓക്സിജൻ കയറ്റിയ ആളാണ്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറും ഇപ്പൊ അടുത്തുള്ളവരൊക്കെ പറയുന്നത് എങ്ങനെ ഇങ്ങനെ സാധിച്ചു, എന്തുകൊണ്ട് സാധിച്ചു. പക്ഷെ എലിമെന്റ്സിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും പറയുന്നത് എണ്ണ വിറ്റ് നടക്കുന്നു, പേസ്റ്റ് വിറ്റ് നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമൊന്നും കിട്ടിയില്ല. അത് ഡെയിലി സാധനങ്ങൾ എടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതൊരു കോമ്പിനേഷൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് എന്തായാലും പൂർണ്ണ വിശ്വാസം ഈ ലോകത്ത് എന്ത് അസുഖം വന്നാലും നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് മാറും. അങ്ങനെ ഞാൻ സുജീർ സാർ വന്ന് പറഞ്ഞു ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. ഞാൻ പറഞ്ഞു എനിക്കതിന് സമയമില്ല, എന്റെ അസുഖം മാറി കിട്ടിയാൽ മതി. അപ്പൊ ഡോക്ടർ സാർ പറഞ്ഞു എന്തൊരു നന്മയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അതൊരു ദോഷമായിട്ട് വരും, അതുകൊണ്ട് മാഡം ഇറങ്ങണം, എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. അങ്ങനെ പക്ഷെ എന്റെ വീട്ടുകാരെല്ലാം, എന്റെ സിബ്ലിങ്സ് എല്ലാം ഡെഡ് അഗൈൻസ്റ്റ് ആണ്. എന്റെ ആങ്ങളെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പുള്ളി എനിക്ക് അഗൈൻസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആദ്യമായിട്ട് എന്റെ മോന്റെ പ്രായമുള്ളൊരു കൊച്ചിന് മൂത്രത്തിൽ കല്ല്, 2 വർഷമായിട്ട് അവർക്ക് ഉറക്കയില്ല, ഉള്ള ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി യാതൊരു ഇത് തീരുന്നില്ല. അങ്ങനെ ഇവിടെ ഹോം ഷോപ്പിൽ വെച്ചപ്പം അവരുടെ അമ്മ വന്ന് കേട്ടു. പിറ്റേ ദിവസം മകനെ കൊണ്ടുവന്നു, അതിന് പ്രോഡക്റ്റ് എടുത്തു കൊടുത്തു. 8 mm കല്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു കല്ല് പോയി, പക്ഷെ ഇനി വരാതിരിക്കണമെങ്കിൽ ഒരു 4 തൊട്ട് 6 മാസം കഴിക്കണം എന്ന് പറഞ്ഞു. ഒരു 5 മാസം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്തു. ഇതുവരെ ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. 2 വർഷത്തോളമായി. അതുപോലെ 25 വർഷമായി നടുവേദനയ്ക്ക് ഞാൻ കൊടുത്തു, പൂർണ്ണമായിട്ട് മാറി. അതുപോലെ എന്താ പറയുന്നത്, സോഡിയം പൊട്ടാസ്യം കുറഞ്ഞു പോയിട്ട് 1.5 ആഴ്ച ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഒരു അമ്മയ്ക്ക് ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ കാണാൻ ചെന്നാണ്. അപ്പൊ എന്ത് പറ്റി, ഇങ്ങനെ സോഡിയം കുറഞ്ഞു പോയി മോളെ. പക്ഷെ എനിക്കൊരു തലയ്ക്കൊരു വെളിവൊന്നുമില്ല, എണീക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അപ്പൊ അതിനാണ് പോയി കിടന്നത്, എന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് കൊടുത്തു. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും തെളിവിരുന്നിട്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയി ഇത്രയും മരുന്ന് കൊടുത്തത്, എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അവരിപ്പോഴും അവരുടെ വീട്ടിൽ സ്റ്റോക്കാണ്, ഓരോരോ കാര്യങ്ങൾക്ക് വാങ്ങിച്ചു വെക്കും, ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കഴിക്കും. അങ്ങനെ അവർ കഴിക്കുന്നു. അതുപോലെ ബ്ലഡ് ക്യാൻസർ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞോട്ടെ സാറേ, സമയമുണ്ടോ? ബ്ലഡ് ക്യാൻസറിന് കൊടുത്തു. എന്റെ അയൽവക്കത്തുള്ളൊരു അയൽവക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. ഫൈനൽ സ്റ്റേജിലാണ്. തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലല്ല, ഒരു ഡയറക്റ്റ് RCCയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് ഇത് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. അയൽവക്കത്തുള്ളവരോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത്രയും വിലയുള്ളതൊന്നും അവർ കഴിക്കില്ല, നിങ്ങൾ വെറുതെ പറയണ്ട. അങ്ങനെ എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് അവരുടെ ഫോണിൽ, ഹസ്ബൻഡിന്റെ ഫോണിലേയും വിളിച്ചപ്പോ പറഞ്ഞു മായയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എണീക്കുന്നില്ല, ഒരു കവള് വെള്ളം കുടിച്ചപ്പോൾ ഛർദ്ദിക്കുവാണ്, കീമോയുടെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കരച്ചിലും ഛർദിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്ന അവസരത്തിലാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ട്, ഹെൽത്ത് ഡ്രിങ്ക് ആണ്, അത് ആന്റി ഓക്സിഡന്റ് ആണ്, അത് കഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിച്ചു. ഈ 95 ഇവിടെ എത്തിച്ചു. 2 നേരം കൊടുത്തു കഴിഞ്ഞു. 3ാമത്തെ നേരം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു, ഇങ്ങനെ എങ്ങനെയുണ്ട്. അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം ഛർദ്ദിച്ചിട്ടില്ല, ഇപ്പം ഒന്ന് എണിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കൊടുത്തോളാൻ പറഞ്ഞു. 3 നേരം കൊടുക്കാൻ പറഞ്ഞു. 5 ദിവസമായപ്പോ, അതായത് 25 ഡിസംബറിലാണ്, ഡിസംബർ 25-ാം തീയതിയാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. 30-ാം തീയതി ഇവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഭയങ്കര റിസൾട്ട്. 60,000 ആയിരുന്ന അക്കൗണ്ട് 1,49,000 ആയി. ഡോക്ടർക്ക് ഭയങ്കര അമേസിങ് റിസൾട്ട് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പക്ഷെ അറിയുന്നില്ല, ഇത് കഴിച്ചിട്ടാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഡോക്ടർ നാട്ടില് പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരെ നാട്ടിൽ വിട്ടു. ട്രെയിനിൽ നാട്ടിൽ വന്നു. ഞാൻ സിബി സാറും ഒക്കെ പോയി കണ്ടു. അവർക്ക് ബാക്കിയുള്ള കോമ്പിനേഷൻ കൊടുത്തു. അവര് 4 മാസം 5 ദിവസം കഴിഞ്ഞപ്പം RCC അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, നിങ്ങളുടെ ബ്ലഡിലെ ക്യാൻസർ സെല്ലുകൾ ഇല്ല എന്നും പറഞ്ഞ്. അവരിപ്പം നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകാം, വീട്ടിലെ റെഗുലർ ജോലി ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അവർ നാട്ടിൽ വന്നു, ഇപ്പൊ നാട്ടിലാണ്. എങ്കിലും അവർ ഈ പ്രൊഡക്റ്റുകൾ നിർത്തിയിട്ടില്ല, ഇനി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് പേടിച്ചിട്ട്. അതുപോലെ നമ്മുടെ ബൈപ്പാസ് സർജറിക്ക് പറഞ്ഞ ഒരാള് 3 ബ്ലോക്ക് ഉണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങനെ ഫണ്ട് കൊണ്ട് വരാൻ പറഞ്ഞ് വിട്ടതാണ്. അവര് നേരെ പോയത് കൃപാസനത്തിലേക്ക്. അവിടെ ചെന്ന് കിടന്ന് അവർ കരഞ്ഞു വിളിച്ചു, എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ മാറ്റി തരണം എന്ന് പറഞ്ഞ്. അപ്പം വന്നതിന്റെ പിറ്റേ ദിവസം ഞാനിത് അറിയുന്നത്. ഞാൻ അവരെ വിളിച്ചു, അവർ വന്നു. അവർക്ക് വെൽഹാർട്ട് ഡബിൾ ഡോസ് ഒരു 15 ദിവസം കഴിക്കാൻ പറഞ്ഞു കൊടുത്തു. ബാക്കിയുള്ള പ്രൊഡക്റ്റും കൊടുത്ത് അവര് ഒരു വരുമാനം ഇല്ലാത്ത ആൾക്കാരാണ്. അവര് കരയുമായിരുന്നു, എനിക്ക് തൂമ്പ പിടിച്ച് തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് മരിക്കുന്നത് വരെ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ ആള് ഒരു 15 ദിവസം കൊണ്ട് നല്ലൊരു ഒരു ജാതിക്ക് പോലും താഴെ കിടന്നാല് കുനിഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കിതപ്പായിരുന്നു അവർക്ക്. പക്ഷെ ഇന്നലെയും ഇവിടെ വന്നിരുന്നു, ഇപ്പോഴും പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്.
500 മരം വെട്ടി അയാളിപ്പം ചെലവ് കഴിയുന്നു. അതുപോലെ ഒത്തിരി പറയാനുണ്ട് സാറ്. ഒത്തിരി പറയുന്ന പേസ്റ്റിന്റെ ഒത്തിരി എനിക്ക് ഒരു മാസം ഒരു 50 പേസ്റ്റ് എന്റെ വീട്ടിൽ വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ ഐ എനർജി, അതുപോലെ എന്റെ ഒരു ലൈഫ് ലൈനിന്റെ അമ്മ 94 വയസ്സായതാണ്, അറ്റാക്ക് വന്ന് നമ്മുടെ AP വർക്കി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു 2-3 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ കിടത്തണ്ട, വീട്ടിൽ കൊണ്ടുപോകൂ, കാരണം പ്രായമായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, 3 ബ്ലോക്ക് ഉണ്ട്, കൊണ്ടുപോകോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ എന്നെ വിളിച്ചു, എന്നെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വെൽഹാർട്ട് പൊട്ടിച്ചു കൊടുത്തോ, 95 കൊടുത്തോളാൻ പറഞ്ഞു, പ്രായമായതാണ്. അങ്ങനെ പറഞ്ഞു ചേട്ടനും ചേട്ടന്മാരൊന്നും സമ്മതിക്കുന്നില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ ഇത് കൊടുക്കുന്ന ആരും അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് കൊടുത്തില്ല, പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന വഴി ഇവരിത് കൊടുത്തു തുടങ്ങി. ആ അമ്മ ഇന്നും നല്ല മിടുക്കിയായിട്ട് തന്നെ ബാത്റൂമിലൊക്കെ പോയി ജീവിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇന്ന് പറഞ്ഞ തീരിൽ ഒത്തിരി ഉണ്ട്. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവം, ഞങ്ങൾ എന്റെ ആലപ്പുഴ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടുകാരെല്ലാം എഗൻസ്റ്റ് പറഞ്ഞിരുന്ന സമയത്ത് അനിയൻ വീണ് കാലിന് നീരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഒത്തിരി ചെയ്തു, ഒത്തിരി മരുന്നുകളൊക്കെ ചെയ്തു, നീര് മാറുന്നില്ല. അപ്പം പറഞ്ഞു എന്തായാലും ഞാനിത് കഴിക്കാൻ തയ്യാറാണ്. പുള്ളിക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അതുപോലെ ഈ അനിയന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക്, ചേട്ടന്റെ വൈഫിന് നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് പുള്ളിക്കാരി അവിടെ സോഫയിൽ കിടന്ന സമയത്ത് ആദ്യം ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ലിവാഗിൻ സിറപ്പ് എടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷെ ഗ്യാസ് ഒന്നും പോയില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. വെൽഹാർട്ടിന്റെ ഒരു കുപ്പി പൊട്ടിച്ചിട്ട് എന്റെ കയ്യിൽ എത്രയാണ് കിട്ടിയത്, വെൽഹാർട്ടിൻ ലിവാഗിനിയുടെ ഒരുപോലെ വായിലേക്ക് ഇട്ടു, വെള്ളം കൊടുത്തു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്കൊരു ആശ്വാസമായി. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു കോമ്പിനേഷൻ കൊടുത്ത് വീട്ടിലേക്ക് വന്നു. പുള്ളിക്കാരിയും ആ പ്രൊഡക്റ്റ് കഴിക്കുന്നു. പിന്നെ എന്താ പറയണേ, ഒത്തിരി ഇതുപോലെ ഒത്തിരി മുട്ടുവേദന, കാലുവേദന, പെടലി വേദന, അതിനൊക്കെ ഇപ്പോഴും തന്നെ എന്നും തന്നെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു. ഒരു ദിവസം പോലും ഒരു പ്രൊഡക്റ്റ് ഇവിടെ വന്ന് വാങ്ങിക്കാത്തൊരു ദിവസം ഇല്ല. അപ്പം എന്നെ ഇന്ന് വാക്കുണ്ഠത്തിന് വിളിച്ച സന്തോഷ് സാറിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്, സജി പാറക്കൽ സാർ മുതൽ എന്റെ ലൈഫ് ലൈൻ ഏറ്റവും താഴെ ഉള്ളവർക്ക് വരെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം സാറേ. ഓക്കെ താങ്ക് യു ലവ്ലി മാഡം. അല്ലെ, ഒരുപാട് റിസൾട്ട് വിളിത്തട്ടി നമ്മുടെ മുമ്പിൽ മാഡം രാവിലെ തന്നെ ഷെയർ ചെയ്തു.